ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മളൊരു മോർണിംഗ് റൂട്ടീൻ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ പലരും ജസ്റ്റ് വെള്ളം കുടിക്കുക, നമ്മൾ ഡൈജഷനൊക്കെ കഴിയുക, നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുക. ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നാൽ നോർമലി ഒരു വീട്ടമ്മമാർക്ക് പോലും കൂടെ ഏറ്റവും മടിയില്ലാത്ത രണ്ട് കാര്യങ്ങളുണ്ട്. എംപ്റ്റി സ്റ്റൊമക്കിന് വേണ്ടിയിട്ടുള്ളൊരു പെർഫെക്റ്റ് ഡ്രിങ്ക് ഉണ്ട്. ഇതിൽ 4 ഡ്രിങ്ക്സ് നമുക്ക് നമ്മുടെ ഇടയിൽ മിക്കവരും സുപരിചിതമായിട്ട് തന്നെ ഈ 4 ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ചിയ സീഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലെമൺ ആണ്, പിന്നെ ഉലുവ വെള്ളം, പിന്നെന്ന് പറഞ്ഞാൽ ജീര വാട്ടർ. അപ്പോൾ ഇത് 4ൻ്റെയും പ്രത്യേകത. ഫസ്റ്റ് നമുക്ക് എടുക്കാം ചിയ സീഡ്. ചിയ സീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് വളരെ ബ്രൈറ്റ് ആക്കുന്നത്, ഒരുപാട് സ്കിന്നിന് ഗുണം തരുന്ന ഒന്നാണ് ചിയ സീഡ് എന്ന് പറയുന്നത്. മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യിക്കും, അതിലും ഈ പറയുന്ന പോലെ തന്നെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിയ സീഡ് എന്ന് പറയുമ്പോൾ കോമൺ ആണ്, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ. ഈ ലെമൺ എന്ന് പറയുന്നത് വിറ്റമിൻ സി ഇൻക്രീസ് ചെയ്യും. ഗ്ലൂട്ടാതയോൺ ഒക്കെ എടുക്കുന്നവർക്ക് ആ ആളുകൾക്ക് ഈ ഗ്ലൂട്ടാതയോൺ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലതാണ്. പിന്നെന്താ, അതുപോലെ ഡൈജഷനും അറിയാമല്ലോ, ഈ ലെമൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കും. പിന്നെ ഉലുവ വാട്ടർ എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷനും നല്ലോണം ബാലൻസ് ആകും, ഹോർമോൺ ഇംബാലൻസ് ആകും, ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീര വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കും. അതാണ് അതിൻ്റെ ഒരു മെയിൻ. ഡൈജഷൻ, അസിഡിറ്റി അങ്ങനെ തുടങ്ങിയ അസുഖങ്ങൾ മാറാൻ ഇത് നല്ലതാണ്. അപ്പം ഈ ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത്, ഈ ചണവിത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അതിലും omega-3 ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, ലിഗ്നൻസ് ഉണ്ട്, ഫൈബർ, അങ്ങനെ കുറെ റിച്ച് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്ലാക്സ് സീഡ് മെയിനായിട്ടും നമുക്ക് ശരീരത്തിൽ, നമ്മുടെ ബോഡിയിൽ നല്ല രീതിയിൽ ഗുണം കിട്ടുന്നതായിട്ട് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. അതിന് ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയും. ഡീടോക്സ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങൾ, ഡൈജഷനും മെറ്റബോളിസം വർദ്ധിക്കാനും, ഒരുപാട് ഡൈജഷൻ കറക്റ്റായിട്ടാവാനും, വെയിറ്റ് കൺട്രോൾ ആവാനും, സ്കിന്നിനാണെങ്കിലും ഓവറോൾ ബോഡിക്കും ഓർ സ്കിന്ന് ഓർ ഹെയറിനും നല്ലതാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത്. ഈ ഫ്ലാക്സ് സീഡ് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു പാൻ എടുക്കുക, നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള പാനകത്തോട്ട് ഇട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി ഒന്ന് ഇതാക്കണം. അതായത് നമ്മൾ ഇതിൻ്റെ മിക്സിക്കകത്തിട്ട് പൊടിക്കേണ്ട കാര്യമാണ്. പൊടിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല പൊടി ആവണം, ഫൈൻ പൗഡർ ആവണം. ഫൈൻ പൗഡർ ആവുന്നത് അതിന് നിങ്ങൾക്ക് പരുവം അറിയാലോ, ആ പരുവം വരെ നിങ്ങൾ പൊടിക്കുക. പിന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് വാം വാട്ടർ എടുക്കുക. വാം വാട്ടറിനകത്തോട്ട് ലെമൺ, അത് ഈ ലെമണിൻ്റെ പുളിപ്പ് ചിലവർക്കൊന്നും ഒരുപാട് ഇഷ്ടപ്പെടത്തില്ല, ഒരു മിനിമലായിട്ട് ഞാൻ പറയത്തുള്ളൂ. അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ലെമണിൻ്റെ പുളിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക്. ഒരുപാട് ആവരുതെന്ന് ഞാൻ പറയും, ഒരുപാട് ആവാൻ പാടില്ല, അത് നിങ്ങൾക്ക് വേറെ ഇതാവും, പുളിപ്പ് കിട്ടും. അങ്ങനെ അത് ഇടുക. അതിനകത്തോട്ട് നമ്മൾ ഈ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിയ സീഡ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡീടോക്സ് ഡ്രിങ്ക് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും തലേന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെക്കുന്നതിനകത്ത് വളരെ മിനിമലായിട്ടേ വെള്ളം ഒഴിക്കാവുള്ളൂ. വെള്ളം ഒഴിച്ച് നല്ല ഈ ചിയ സീഡ് ഇട്ടിട്ട് ഓവർനൈറ്റ് എടുക്കുമ്പോഴേക്കിനും തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. ചിയ സീഡ് ഫുള്ള് കുതിർക്കണം. ഒരു 10 to 12 ടൈമാണ് വാട്ടറിനെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്കതൊരു പെർഫെക്റ്റ് ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുക. അപ്പം അത് ഒരുപാട് വെള്ളമാവരുത്, കാരണം നമ്മൾ ഈ ഡീടോക്സ് ഡ്രിങ്കിനകത്ത് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് വെള്ളം നമ്മൾ ഒഴിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ കുറച്ച് ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടിരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും. ആ ചിയ സീഡ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ചിയ സീഡ് നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് ഈ ഫ്ലാക്സ് സീഡിൻ്റെ പൗഡർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് തേൻ ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം. ഇത് ഓൾറെഡി നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ. തേൻ വേണം, കാരണം ഈ നാരങ്ങയുടെ പുളിപ്പൊക്കെ പിടിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേൻ ആഡ് ചെയ്യാം. അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ഇതായാലും മതി, പെർഫെക്റ്റ് ആണ്. നല്ലോണം മിക്സ് ചെയ്തിട്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ ഇത് കുടിക്കുക. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് റിച്ച് കയറിയിട്ടുള്ള സംഭവമാണ്. അത്രയും റിച്ചായിട്ടുള്ളതാണ് ഫ്ലാക്സ് സീഡും ചിയ സീഡും എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ ഹെയർ, ഫോർ സ്കിൻ, ഫോർ ഓവറോൾ ബോഡി ഇത് നിങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ യൂസ് ചെയ്യേണ്ടത് രീതി വ്യക്തമായിട്ട് യൂസ് ചെയ്യുക.
അങ്ങനെയാണ് വേണ്ടത്. ഈ ഫ്ലാക്സ് സീഡ് ഹെയറിൻ്റെ ആണെങ്കിൽ അറിയാമല്ലോ, ഇത് എപ്പോഴും നല്ല വെള്ളത്തിൽ തിളപ്പിച്ച് ജെൽ കൺസിസ്റ്റൻസി ആക്കിയിട്ട് അത് ചിലർ ഒരു പാട്ടയ്ക്കകത്ത് അടച്ചൊക്കെ വെച്ച് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇത് ഒരുപാട് ദിവസം ഒന്നും ഇരിക്കില്ല. നമ്മൾ അപ്പം ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ള വെച്ചിട്ട് എടുത്തെടുത്ത് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇങ്ങനെ വെച്ച് വെക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുക. അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ എടുത്താൽ മതിയാവും. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ വെച്ചുള്ള ഉപയോഗത്തിനെക്കാട്ടിലും ബെറ്റർ അതാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബോഡി ഹൈഡ്രേറ്റഡ് ആവുക. അതിനെന്ത് വേണം? വാട്ടർ. നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. ബോഡി ഹൈഡ്രേറ്റ് ആണ്. 2 to 3 ലിറ്റർ ആണ്. നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് മോർണിംഗ്, നമ്മളിപ്പം ഇത്ര ഒരു ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ഗ്ലാസ് മോർണിംഗ്, ഏർലി മോർണിംഗ്, ആഫ്റ്റർ ഫുഡിന് ശേഷം വീണ്ടും 2 ഗ്ലാസ്, ഒരു 11 o'clock ആ ഒരു ടൈം നമ്മൾ 2 ഗ്ലാസ് വെച്ചെങ്കിൽ, ഞാൻ ഈ 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് വീട്ടിലുള്ളവർക്കാണ് ഞാൻ പറയുന്നത്. പുറത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളം കരുതണം, അത് എടുക്കണം. ഉച്ചയാകുമ്പോഴേക്കിനും അതുപോലെ, ഈവനിങ് ആകുമ്പോൾ അതുപോലെ, സന്ധ്യ ആകുമ്പോൾ അതുപോലെ. രാത്രി കിടക്കുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പേ വെള്ളം കുടിക്കേണ്ടതെല്ലാം കുടിക്കണമെന്ന് ഞാൻ പറയും. ഒരിക്കലും നമ്മളൊരു ചെമിട് വെള്ളം, ഒരു 6-8 കവള് വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ സ്പോട്ടിൽ പോയി കിടക്കാൻ പാടില്ല. കാരണം എപ്പോഴും എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഒരു നല്ല രീതിയിൽ കുറേയേറെ വെള്ളം കുടിക്കുക, പോയി അങ്ങ് കിടക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്ക് പ്രോബ്ലം ആണ്. അപ്പോൾ വിചാരിക്കുമോ വെള്ളം കുടിച്ചില്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ വരില്ലേ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ കിഡ്നിയും ഉറങ്ങണം, പ്രവർത്തനം വേണം, പ്രവർത്തനരഹിതമാവാൻ പാടില്ല. അത് മസ്റ്റാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കിഡ്നിക്കും റെസ്റ്റ് കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭക്ഷണം നമ്മൾ നേരത്തെ മാക്സിമം ഒരു 7 മണി to 8 മണി ആ ഒരു അകത്ത് കഴിക്കുക. 7 o'clock to 8 o'clockനുള്ളിൽ തന്നെ ഫുഡ് കഴിക്കുക. ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ, കിടക്കാൻ പോകുന്നതിന് നല്ലോണം വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് മുമ്പ് വെള്ളം കുടിക്കുക. ഒരു 2 കവള് വെള്ളം, ആ 2 കവൾ വെള്ളത്തിന് കൂടുതൽ വെള്ളം കുടിക്കാൻ പാടില്ല. കുടിക്കാം, പക്ഷെ കിടക്കുന്ന തൊട്ട് മുൻപേ ആവരുത്, 5-10 മിനിറ്റ് മുമ്പേ ആവരുത്, ഒരു മാക്സിമം ഒരു 1/2 മണിക്കൂർ. കാരണം അത് ഫിൽറ്ററായിട്ട് മാറി നമുക്ക് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയി നമ്മൾ ഉറങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. യൂറിൻ പാസ് ചെയ്ത് കിടക്കാൻ പോകുന്നതിന് മുമ്പേ 1 കവളോ 2 കവളോ ജസ്റ്റ് ഒന്ന് നനയ്ക്കാൻ വേണ്ടിയുള്ള വെള്ളം കുടിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കരുത്. അതിലൂടെ നമ്മൾ ഏറ്റവും ഏർലി മോർണിംഗിൽ നല്ല രീതിയിൽ ഡീഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. നിങ്ങളുടെ തീരുമാനമാണ്, നിങ്ങൾക്ക് മോർണിംഗ് എന്ത് വെള്ളം എടുക്കാം. ഇപ്പം സിഗരറ്റ് എടുക്കാം, ജീര വാട്ടർ എടുക്കാം, ലെമൺ വാട്ടർ എടുക്കാം, ചിയാ സീഡ് എടുക്കാം, വിത്ത് ഡീടോക്സ് ഡ്രിങ്ക് എടുക്കാം, ഇങ്ങനെയുള്ളതെല്ലാം എടുക്കാം. പക്ഷേ ഇതിനൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ ഡീഹൈഡ്രേറ്റ് ആക്കുക. ബോഡി എപ്പോഴും നല്ല കൂളായിട്ടിരിക്കാനും വെള്ളം മസ്റ്റാണ്. ഫോർ ഹെയർ, ഫോർ സ്കിൻ, ഫോർ ഓവറോൾ ബോഡിക്ക് നമ്മുടെ വാട്ടർ അത് മസ്റ്റാണ്, സ്കിപ്പാക്കാനേ പാടില്ല. നല്ലോണം വെള്ളം കുടിക്കുക. അപ്പം അതാണ്, നമുക്ക് ഇതുപോലെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്കതിലേക്ക് വരാം, അടുത്ത നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരാം. അതുവരേക്കും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്, ബൈ.